എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് തെളിഞ്ചിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം എനിക്ക് വലിയ സുഖമില്ല. അത് മാത്രമല്ല എനിക്കിന്ന് കുക്ക് ചെയ്യാനൊന്നും തോന്നുന്നുമില്ല. പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് പോകാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാനിരിക്കുന്നത്. അപ്പം ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഇന്നലെ കുറച്ച് വാഴപ്പിണ്ടി അരിഞ്ഞത് ഇരിപ്പുണ്ട്. ഇന്നലെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാനങ്ങ് തോരനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കൊഴുവ ഞാൻ ഇന്നലെ തന്നെ പുരട്ടി വെച്ചതാണ്, അതും ഇരിപ്പുണ്ട്. അപ്പം ഇത് രണ്ടും പിന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയാവുമല്ലോ. അപ്പം ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തേങ്ങ ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും ഞാൻ ചേർക്കുന്നില്ല. വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ഞാൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ വാഴപ്പിണ്ടി തോരൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും. അപ്പം ഞാൻ ഒരു പച്ചമുളകൊക്കെ എടുക്കുന്നുള്ളൂ. കാരണം ഒന്നാമത് ഞാൻ മേടിക്കുന്ന പച്ചമുളകിന് എപ്പോഴും എരിവുണ്ടായിരിക്കും. അപ്പം കൂടുതൽ എരിവാകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരെണ്ണം ചേർക്കുന്നത്. കാരണം ശകലമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ മുളക് പൊടി പിന്നെ ജീരകമൊക്കെ ചതച്ച് ചേർക്കേണ്ടവർക്ക് അതൊക്കെ ചേർക്കാം. ഞാനിപ്പം ഇങ്ങനെ എടുക്കുകയാണ്, കാരണം വേഗം എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് അത് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് തിരുമ്മിയെടുക്കണം. പിന്നെ ഞാൻ ഇന്നലെ ഈ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൊത്തം ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ കൂടെ ചെറുപയറൊക്കെ ചേർത്ത് വെക്കാനായിട്ട്. ചെറുപയറും വാഴപ്പിണ്ടിയും കൂടെ തോരൻ വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇന്നലെ ഇതൊക്കെ അരിയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് അതൊന്നും ചെയ്യാനുള്ളൊരു മൂഡ് തോന്നിച്ചില്ല. ഇനിയും ചെറുപയറൊക്കെ വേവിച്ച് അതിനും സമയമെടുത്ത് അത് ഇതിൻ്റെ കൂടെ ചേർത്തൊക്കെ വരുമ്പോഴത്തേക്കിനും ഒരു സമയമാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. വാഴപ്പിണ്ടി മാത്രം ഞാൻ കടുക് വറുത്ത് തോരൻ വെച്ചു. പിന്നെ ഇനി ഞാൻ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. മീൻ വറുക്കാനായിട്ട് നമ്മുടെ തവയിലാണ് വറുക്കുന്നത്. കാരണം അപ്പോൾ അധികം എണ്ണയൊന്നും വേണ്ടല്ലോ, ഒരു ശകലം എണ്ണയിൽ നമുക്ക് നോൺ സ്റ്റിക്ക് തവയിൽ അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തവ വെച്ചു. എന്നിട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ മറ്റു രീതി കൊഴുവ് വറുക്കുന്ന അത്രയും ഒരു ഇതൊന്നും കിട്ടത്തില്ല. ഇതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വറക്കുമ്പം ഇതിങ്ങനെ കൊഴുവല്ലേ, വളരെ നേർത്ത മീനല്ലേ. അപ്പം അതിങ്ങനെ നമ്മുടെ മുള്ളിന് ഇങ്ങനെ വിട്ടുപോകും. നമ്മൾ സാധാരണ ഇങ്ങനെ വറക്കുമ്പോൾ അത്രയും അങ്ങനെ വിട്ടുപോകത്തില്ല. അപ്പം അങ്ങനെ മുള്ളിന് വിട്ടൊക്കെ പോവും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഫുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പിന്നെ കുറച്ച് മോര ഇരിപ്പുള്ളായിരുന്നു. മോരെന്ന് വെച്ചാൽ കുറച്ച് തൈര് ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ വെള്ളം ചേർത്തതൊരു മോരാക്കിയിട്ട് അതങ്ങ് കടുക് വറുത്ത് ഒരു മുറി കച്ചതെന്നോ ഞാൻ പുളിശ്ശേരി എന്നൊക്കെ പറയുന്ന സംഭവമായി ആക്കിയെടുത്തു. കടുകും ജീരകവും ഉലുവയും എല്ലാം ചേർത്ത് എടുത്തു. മുളകും ഞാൻ ഇതിലൊന്നും കറിവേപ്പില ചേർത്തിട്ടില്ല. കാരണം കറിവേപ്പില ഇല്ലായിരുന്നു, അതൊക്കെ മേടിക്കണമായിരുന്നു. അതിന് ഞാൻ കറിവേപ്പില ചേർത്തില്ല. പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് അത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. പിന്നെ മുളകും ചേർത്ത് നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന മോരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഞാനിതിപ്പോൾ എളുപ്പത്തിന് എനിക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇതങ്ങ് ജസ്റ്റ് ആ മോരൊന്ന് ചൂടായാൽ മതി. അല്ലാതെ തിളച്ച് മറിഞ്ഞങ്ങ് വെന്ത് ഒരുമാതിരി രീതിയിലാവില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വെള്ളവും മറ്റേതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കും. അതെനിക്കിഷ്ടമല്ല. അപ്പം ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.